ഹായ് ഫ്രണ്ട്സ്, electro യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ട്രിമ്മർ റിപ്പയർ ചെയ്യാൻ പോകണം. ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഇതിന് ബാറ്ററി ബാക്കപ്പ് ഇല്ലാന്ന കംപ്ലയിൻ്റ് ആണ്. അതിനൊരു സൊല്യൂഷനേ ഉള്ളൂ, ബാറ്ററി മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രിമ്മറിൻ്റെ ബാറ്ററി എങ്ങനെ മാറ്റി വെക്കാമെന്നാണ് പഠിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിച്ചുവിടുക. നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മൾ ബാറ്ററി മാറ്റി വെക്കേണ്ട ട്രിമ്മർ. ഇതിനാദ്യം തന്നെ നമ്മൾക്ക് ഇതിൻ്റെ 4 സ്ക്രൂവും അയച്ചെടുക്കാം. ബ്ലേഡിൻ്റെ പ്രൊട്ടക്ഷൻ കവർ മുന്നോട്ടാക്കിയാലേ 2 സ്ക്രൂ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിലായിട്ടാണ് 2 സ്ക്രൂ ഉണ്ടാവുക. സ്ക്രൂ ഊരിയതിന് ശേഷം നമുക്കിതിൻ്റെ ബോഡി ഒന്ന് വരാം. ബോഡി വരുമ്പോൾ ആദ്യം തന്നെ കാണുന്നതാണ് ഇതിൻ്റെ സർക്യൂട്ട് ബോർഡ്. സർക്യൂട്ട് ബോർഡിൽ തന്നെ ഒരു റെഡ് കളർ LED ഇൻഡിക്കേഷൻ കാണാം. അതിൻ്റെ തൊട്ട് താഴേന്ന് ഒരു ബ്ലൂ വയർ പോകുന്നത് ബാറ്ററിയിലോട്ടാണ്. അതിൻ്റെ അടിയിലാണ് ബാറ്ററി ഇരിക്കുന്നത്. അപ്പോൾ ബാറ്ററി കേസ് എടുക്കാനായിട്ട് നമുക്കിതിൻ്റെ ബ്ലേഡ് അടക്കം മെല്ലെ ഇങ്ങനെ പൊക്കിയെടുക്കണം. അതിനെ ബ്ലേഡ് കവർ ആദ്യം ഇങ്ങനെ ഊരിയതിന് ശേഷം ബ്ലേഡ് എടുക്കാം. അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് ഇതിൻ്റെ ബാറ്ററി. പുതിയ ബാറ്ററിയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് 1.2 വോൾട്ട് 1800 mAh ആണ്. നല്ല കമ്പനീൻ്റെ ഒരു ബാറ്ററി ഏതാണേലും കുഴപ്പമില്ല, ഏത് തന്നെ എടുക്കാം. അപ്പം വയറ് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിൻ്റെ അടിവശവും മേൽവശവും നന്നായിട്ട് ഒരു ബ്ലേഡ് ഉപയോഗിച്ച് ചിരണ്ട, എന്നാലേ സോൾഡർ ചെയ്താൽ പിടിക്കുകയുള്ളൂ. അതിനുശേഷം ബാറ്ററി എടുക്കാനായിട്ട് ഇതിൻ്റെ കേസ് മൊത്തം മെല്ലെ ഇങ്ങനെ പൊക്കിയെടുക്കുക. സൈഡിലുള്ള സ്വിച്ചിൻ്റെ ഭാഗം പൊട്ടാതെ എടുക്കുക, സൂക്ഷിച്ചെടുക്കണം. കാരണം ഇല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ് സ്വിച്ചിൻ്റെ അവിടെ കുറവായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പം മെല്ലെ ഇങ്ങനെ പൊക്കിയെടുക്കാം. എടുത്ത പോലെ തന്നെ തിരിച്ചു വെക്കേണ്ടതുകൊണ്ട് നമുക്ക് ഇത് എടുത്തത് എങ്ങനെയാണെന്ന് നോക്കണം. സ്പ്രിങ് നോക്കണം. ഇതാണ് ട്രിമ്മറിൻ്റെ ബാറ്ററി. അതിൻ്റെ ഏറ്റവും അടിയിലായിട്ടാണ് ബാറ്ററി കാണുന്നത്. ഇനി നമുക്ക് ഒരു സോൾഡർ ഗൺ ഉപയോഗിച്ച് ഇതിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്തെടുക്കാം. അതിൽ സർക്യൂട്ട് ബോർഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബോർഡ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ബാറ്ററി മാത്രം റിമൂവ് ചെയ്താൽ മതി. അതിനുശേഷം ബോർഡിലോട്ട് വരുന്ന കണക്ഷൻ നമുക്ക് റിമൂവ് ചെയ്തതിന് ശേഷം ബാറ്ററി ഇങ്ങനെ എടുക്കാം. പഴയ ബാറ്ററിയിൽ വയർ എങ്ങനെ ഘടിപ്പിച്ചോ അതുപോലെ തന്നെ അതേ ചെറിയ ഇരുമ്പ് കഷ്ണം ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ സോൾഡർ ചെയ്ത് പുതിയ ബാറ്ററിയിലോട്ട് ഘടിപ്പിച്ചിരിക്കുകയാണ്. ട്രിമ്മറിൽ പഴയ ബാറ്ററി എങ്ങനെ ഇരുന്നോ അതുപോലെ തന്നെ നമ്മൾ പുതിയ ബാറ്ററി ഇരിക്കണം. നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോയിരിക്കുക. ഇനി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ബോർഡ് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കുക. ബാറ്ററി കേസിൽ നന്നായിട്ട് സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ബോഡിയിലോട്ട് നമുക്ക് ആ കേസ് എടുത്ത് ഫിറ്റ് ചെയ്യാം. അതിനുള്ളിൽ ബാറ്ററി നന്നായിട്ട് ഫിറ്റായിരിക്കുന്നുണ്ടെന്ന് നോക്കുക. അതിനുശേഷം ഇങ്ങനെ മെല്ലെ വെക്കുക. മെല്ലെ വെച്ചിട്ട് അതിൻ്റെ സോൾഡറിങ്ങും സ്വിച്ചും എല്ലാം നന്നായിട്ട് പ്രസ്സായിരിക്കുന്നുണ്ടെന്ന് നോക്കുക. ഈ സ്വിച്ച് എടുത്ത് മുന്നോട്ടിടാൻ മറക്കരുത്, കാരണം അത് അല്ലെങ്കിൽ പൊട്ടിപ്പോകും. നമ്മളിതിൻ്റെ കവറിട്ട് മൂടുന്നതിന് മുന്നേ ഇതിൻ്റെ സ്വിച്ച് ഈ ബോർഡിൽ നന്നായിട്ട് പ്രസ്സായിരിക്കുന്നുണ്ടെന്ന് നോക്കുക. ഫസ്റ്റ് ടൈം നമ്മൾ ബ്ലേഡ് എങ്ങനെ എടുത്തോ അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലേഡിൻ്റെ ഹോൾസും മോട്ടറിൻ്റെ എൻഡ് ഭാഗവും ഒരുപോലെ നിൽക്കുന്ന രീതിയിൽ തന്നെ മോട്ടർ നമുക്ക് ഘടിപ്പിക്കാം. അതിനുശേഷം ബ്ലേഡിൻ്റെ പ്രൊട്ടക്ഷൻ കവറും അതിന് അടുത്ത് തന്നെ നമുക്ക് ഇടാം. ഓൾമോസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞു.
ഇതിനുശേഷം നമുക്കിത് കവറിടാം. കവറിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൻ്റെ സ്വിച്ചും ഇതിൻ്റെ പ്രൊട്ടക്ഷൻ കവറിൻ്റെ അളവ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്ന മേൽഭാഗത്തെ സ്വിച്ചും നന്നായിട്ട് പ്രസ്സായിരിക്കുന്നുണ്ടോ നോക്കുക. മിനിമം 4 മണിക്കൂറെങ്കിലും ചാർജ് ചെയ്തതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതായി ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അതാദ്യം തന്നെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. മൈ ലക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ